ബാങ്കിങ് വന്നില്ലെങ്കിൽ വൈകിയാലും ബുദ്ധിമുട്ട്, കൃത്യസമയത്ത് തരണമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണോ? അല്ല സാറേ, 31st അറ്റ്ലീസ്റ്റ് വിത്തിൻ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് എടുത്തോ. 1 മന്ത് കഴിഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത ഒരു 5 ദിവസത്തിനകം അതിന്റെ പേയ്മെന്റ് പഴയ മാസത്തിന്റെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? സാറേ, അതിനേക്കാളും ബെറ്റർ 1 ഇയർ വെച്ച് തരുന്നല്ല നല്ലത് സാറേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് വിതിൻ 1 മന്തെങ്കിലും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. അറ്റ്ലീസ്റ്റ് 1 മന്ത് വെയിറ്റേജ്. ശരി, നല്ല കാര്യമാണ്, നല്ല കാര്യം. ഞങ്ങൾ പ്രതീക്ഷിച്ചത് എല്ലാവർക്കും ഈ അതാത് മാസം തന്നെ ആളുകൾക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവരല്ലേ, അതുകൊണ്ട് ഇപ്പൊ നേരത്തെ എറണാകുളത്ത് തന്നെ സംസാരിച്ച ഒരു മിസ്റ്റർ ഹരിദാസ് സംസാരിച്ചപ്പോ 10,000 രൂപ ഒരു കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ കൊടുക്കാതെ കിടക്കുകയാണ്. അപ്പൊ അതിന് പകരം അതാത് മാസം അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അതിനുപയോഗിക്കായിരുന്നു, അല്ലെ ബാങ്കിലിടായിരുന്നു. അത് വെറുതെ കിടക്കുകയാണല്ലോ സാറേ. അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീൻ ടൈമിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് വരും. അത് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ്. അവിടെയാണ് ശ്രീ കുര്യൻ ജോർജ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ലീൻ സീസൺ ഉണ്ട്, പീക്ക് സീസൺ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ക്ലൗഡിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ വൈദ്യുതി. വൈഫൈ ആയിട്ടും വൈദ്യുതി പോവുകയല്ല. അതൊരു ലൈൻ വേണം, ട്രാൻസ്ഫോമർ വേണം, എവിടെയെങ്കിലും അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം, വേണ്ടേ? അത് സാറേ, അതിന് നമ്മുടെ നാഷണൽ ഗ്രിഡ് ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗ്രിഡ് വഴി നമുക്കത് ഫ്രീക്വൻസി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് ഉപയോഗിക്കാമല്ലോ. നമുക്ക് എക്സസ് ഉള്ളപ്പോ ഗ്രിഡ് ഉപയോഗിക്കാം, അല്ലാത്തപ്പോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അത് നമുക്ക് നാഷണൽ ഗ്രിഡ് ഉണ്ടല്ലോ. ആയിക്കോട്ടെ. ഓക്കെ സാർ. താങ്ക് യു സാർ. കുര്യൻ അദ്ദേഹം താങ്കൾ 1-2 കാര്യങ്ങൾ പറഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ കൂടെ കേൾക്കുന്നതുകൊണ്ട് അതിനകത്തൊരു വ്യക്തത വരുന്നത് നന്നായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അങ്ങ് രാജസ്ഥാന്റെയും ഗുജറാത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. രാജസ്ഥാന്റെ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ കഴിഞ്ഞ മിനിസ്ട്രി ഓഫ് പവറിന്റെ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ കൂടെ പങ്കെടുക്കുന്ന ഫോറം ഓഫ് റെഗുലേറ്റേഴ്സിൽ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഡിസ്കഷൻ പേപ്പറിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 27% റിന്യൂവൽ പർച്ചേസ് ഒബ്ലിഗേഷൻ രാജസ്ഥാന് വേണ്ട സ്ഥലത്ത് അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 21% രാജസ്ഥാൻ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ഗുജറാത്തും അത്രയേ ഉള്ളൂ, 21%. അങ്ങ് സെലക്ട് ചെയ്ത 2 സ്റ്റേറ്റാണ്. അതേസമയം കേരളം 27% മീറ്റ് ചെയ്തിട്ടുണ്ട് റിന്യൂവബിൾ എനർജി പ്രൊക്യൂർമെന്റ്. ഇത് മിനിസ്ട്രി ഓഫ് പവറിന്റെ കണക്കാണ്. അത് എല്ലാവരുടെ അറിവിലേക്ക് ഞങ്ങൾ ഈ ഡിസ്കഷൻ പേപ്പറിനകത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്ന മാത്രമല്ല, മറ്റു ചില വസ്തുതകളുണ്ട്. പിന്നെ ജിജാവാട്ട് കണക്ക് അങ്ങ് പറഞ്ഞത് ശരിയാണ്. രാജസ്ഥാനിലും ഗുജറാത്തിലും ജിജാവാട്ട് കണക്കിന് സോളാറും വിൻഡും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻഡർസ്റ്റേറ്റ് ഗ്രിഡിലേക്കാണ്, സ്റ്റേറ്റിന്റെ ഗ്രിഡിലേക്കല്ല. അതുകൊണ്ടാണ് അവരുടെ RPF ഒബ്ലിഗേഷൻ വളരെ താഴ്ന്നു കിടക്കുന്നത്, അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻഡർസ്റ്റേറ്റ് ഗ്രിഡിലേക്ക് കൊണ്ടുപോയിട്ട് അത് മാനേജ് ചെയ്യുന്നത് നാഷണൽ ലോഡ് ഡിസ്പാച്ച് സെന്ററും ഗ്രിഡിൻ്റെയുമാണ്. ആ ഗ്രിഡിൻ്റെയും നാഷണൽ ലോഡ് ഡിസ്പാച്ച് സെന്ററും കഴിഞ്ഞതിന് മുമ്പുള്ള ഫോറം ഓഫ് റെഗുലേറ്റേഴ്സിന്റെ മുമ്പിൽ വെച്ച് അവർ ഈ പവർ അബ്സോർബ് ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നാഷണൽ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം പല ദിവസങ്ങളിലും ഗ്രിഡ് ഫ്രീക്വൻസി അലവബിൾ ബാൻഡിന് പുറത്തേക്ക് പോയി ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി വലിയ അത്യാഘാതത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായ കാര്യമൊക്കെ ഞങ്ങളോട് വിശദീകരിച്ചതാണ്. അപ്പോൾ അതിന് പരിഹാരമായി വേണ്ടുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഗ്രിഡിൻ്റെയും NLDCയും ഒക്കെ ഫോറം ഓഫ് റെഗുലേറ്റേഴ്സിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അവയൊക്കെ കൂടി പരിഗണിച്ചിട്ടാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ ഇതിനകത്ത് പല നിർദ്ദേശങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങേക്ക് കിട്ടിയ വിവരങ്ങൾ ഭാഗികമായി വിവരങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, പൂർണ്ണ വിവരങ്ങൾ അങ്ങയുടെ മുമ്പിൽ കിട്ടിയിട്ടില്ല. അത് ചില കാര്യങ്ങൾ മാത്രം ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളേ ഉള്ളൂ. ആ ഡിസ്കഷൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾക്ക് സംബന്ധിച്ച് അങ്ങക്ക് മനസ്സിലാക്കാനുള്ള അവസരം ലഭിക്കും. താങ്ക്സ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.